യേശു ക്രൂശിലായിരുന്നപ്പോൾ ഒരിക്കൽ അദ്ദേഹം ആകാശത്തേക്ക് നോക്കി ഇപ്രകാരം പറഞ്ഞു, പിതാവേ, അങ്ങ് എന്നോട് എന്താണ് ചെയ്യുന്നത്? ഞാൻ അങ്ങയുടെ ദൂതനായിരുന്നു. ഞാൻ അവർക്ക് സത്യം എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഇത് വേദനിക്കുന്നു, ഇത് വളരെയധികം വേദനിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പരാതിപ്പെടുന്നില്ല. വാസ്തവത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുക മാത്രമാണ് ചെയ്യുന്നത്, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, കാരണം അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. പിതാവ് പോസിറ്റീവോ നെഗറ്റീവോ അല്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. നിങ്ങൾ മോശമായത് ചെയ്താൽ നിങ്ങൾ അനുഭവിക്കും. പിതാവ് നിങ്ങളെ അനുഭവിപ്പിക്കുന്നില്ല. നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. പിതാവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല. ആളുകൾ പാപം ചെയ്യാൻ വാശി പിടിക്കുന്നത് കണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകാൻ കഴിയുമോ? കാരണം തീർച്ചയായും അങ്ങ് നിശ്ചയിച്ച നിയമങ്ങൾ അനുസരിച്ച് ഈ ആളുകൾ ഇപ്പോൾ വളരെയധികം അനുഭവിക്കാൻ പോകുകയാണ്. ആ ഇളവ് പോലും വന്നില്ല. യേശുവിനെ ക്രൂശിച്ചവർ വാസ്തവത്തിൽ വളരെയധികം അനുഭവിച്ചു. അവരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. ആ നഗരം വളരെ കാലം ഇരുട്ടിലായി. മുഴുവൻ ക്രിസ്തുമതവും ഇപ്പോഴും അതിന്റെ പാപത്തിന് പശ്ചാത്തപിക്കുന്നു. അദ്ദേഹം നൽകുന്ന ഏക ഇളവ് നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്തിന്റെ രൂപത്തിലാണ്. അല്ലാത്ത പക്ഷം അദ്ദേഹം തികച്ചും നിഷ്പക്ഷനാണ്. നിങ്ങൾക്കതിനെ നിസ്സംഗത എന്ന് വിളിക്കാം. ആത്മീയതയുടെ ഭാഷയിൽ നിങ്ങൾ അതിനെ പരമമായ സാക്ഷ്യം എന്ന് വിളിക്കുന്നു. അദ്ദേഹം എല്ലാ സൃഷ്ടികളുടെയും പരമമായ സാക്ഷിയാണ്. സാക്ഷി ഒരിക്കലും പങ്കുചേരുന്നില്ല.